ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റീംസ് ബാസ്ക്കറ്റിൽ നിന്നും ഞാൻ വാങ്ങിയ ₹1 പ്ലാന്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ പ്ലാന്റിന് വെറും ₹1 മാത്രമാണ് ഉണ്ടായത്. നവംബറിലാണെന്ന് തോന്നുന്നു അവരിതിന് ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഓറഞ്ച് കളർന്ന ഒരു റെഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണുവാൻ. ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ പൂവൊക്കെ വിരിയുന്നത്. ഇതിന് മുമ്പൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവംബറിൽ ₹1 കേട്ടോ ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത്. ഇതിൻ്റെ കൂടെ വേറെയും ഒരു 3-4 പ്ലാന്റ്സൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിയിരുന്നു. ഇതിന് മാത്രമായിരുന്നു കേട്ടോ ₹1. അപ്പോൾ ഇത് കൊണ്ടുവന്ന സമയത്ത് ഞാൻ മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് പോട്ട് ചെയ്തത്. പിന്നീട് ഒരു 12 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിതിന് DAP ഒക്കെ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ ഇപ്പോൾ നല്ല വെയിൽ സമയമായതുകൊണ്ട് DAPയും എല്ലുപൊടിയൊന്നും അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. കുറച്ച് ജൈവ ഫെർട്ടിലൈസർ തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. ഞാൻ ഉള്ളിത്തൊലിയൊക്കെ ഇതിനിടയ്ക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും വാരി വലിച്ചിടാനൊന്നും പാടില്ല കേട്ടോ. പിന്നെ 2 നേരം നന അത്യാവശ്യമാണ്. ഭയങ്കര വെയിലൊക്കെ ആണല്ലോ, അതുകൊണ്ട് 2 നേരം നന അത്യാവശ്യമാണ്. ഈ വൈറ്റും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല കളറൊക്കെ ആയിട്ട് സെക്കൻഡ് തവണയാണ് ഇത് പൂ വിരിയുന്നത്. വെറൈറ്റി റോസസൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ചാനൽ വെബ്സൈറ്റ് ത്രൂ ഓർഡറൊക്കെ ചെയ്ത് പ്ലാന്റ്സൊക്കെ വാങ്ങാനാണ് കേട്ടോ. ഇതുവരെ കാണാത്ത തരം റോസസൊക്കെ ആയിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിരുന്നത്. വിലയും അത്ര കൂടുതലൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും യൂട്യൂബ് ചാനൽ എന്നും രാവിലെ അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്ലാന്റിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ട്സും ഒക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. റോസ് പ്ലാന്റൊക്കെ വളർത്തുന്നതിനെ പറ്റി എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെയല്ല, ഡിസംബറിലൊക്കെ ഒരു 5 കോംബോ ആയിട്ട് റോസസ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. നല്ല പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. നല്ല വൈറ്റ് റോസാണിത്. എന്തൊരു ഭംഗിയാണെന്നോ, നല്ല കൊലകൊലയായിട്ടൊക്കെ ഇതിങ്ങനെ ഉണ്ടായിരിക്കും. ശരിക്കൊരു കമ്മലിൻ്റെ ഒക്കെ ഷേപ്പാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, ബഞ്ചായിട്ടൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഡിസംബർ കോംബോയിൽ 5 റോസ് വാങ്ങിയിരുന്നു. അതിലൊരെണ്ണമാണ്. ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ആ വീക്കിൽ ഡച്ച് റോസിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇതും ഞാൻ വന്ന സമയത്ത് മണ്ണ്, ബോൺ പൗഡർ, പിന്നെ ചാണകപ്പൊടി മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു നട്ടു കൊടുത്തത്. ഈ റോസ് പ്ലാന്റ് ഞാൻ 2 നേരമൊക്കെ നനച്ചു കൊടുക്കും. 2 നേരം നന. ഈ നല്ല സമ്മർ സീസണല്ലേ, നല്ല വെയിലൊക്കെ അല്ലേ, അതുകൊണ്ട് 2 നേരം നനയൊക്കെ അത്യാവശ്യമാണ്. പിന്നെ ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ DAP ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ അതിന് ശേഷം ചാണകപ്പൊടിയൊക്കെ ഇടയ്ക്കിടെ ഇട്ട് കൊടുക്കാറുണ്ട്. ഒരുപാട് വളങ്ങളൊന്നും അങ്ങനെ വാരി ഇടാറൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലുപൊടിയൊക്കെ ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇടയ്ക്ക് മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി ഇവയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ പോട്ടിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. ഏതാണ്ട് ഒരു ഹാഫ് ഒക്കെ പോട്ടിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഇതിൽ നട്ടു കൊടുത്തിരുന്നത്. അതിനുശേഷം പിന്നെ ഇടയ്ക്കിടെ മണ്ണ്, ചാണകപ്പൊടി, എല്ലുപൊടി മൂന്നും കൂടെ, വളരെ കുറച്ച് എല്ലുപൊടി മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടയ്ക്കിടെ പോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. നല്ല ഭംഗിയാണ് കേട്ടോ ഈ വൈറ്റ് റോസ്. ഇതൊന്നും ഞാൻ ഇതുവരെ കാണാത്തൊരു റോസസ് തന്നെയായിരുന്നു. വെറൈറ്റി റോസസൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ചാനലിൽ കയറി നോക്കുക. എല്ലാത്തരം റോസിനെ പറ്റിയുള്ള റോസിൻ്റെ കെയറിങ് ഒക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ റോസ് വളർത്താനൊക്കെ ഇഷ്ടപ്പെട്ടവർ അവരുടെ ഇതിൽ കൂടെ ഓർഡർ ചെയ്യുക.